നീലക്കുയിലേ ചൊല്ലു, മാരിക്കിളിയേ ചൊല്ലു, നീ എന്റെ മ്യാമനെ കണ്ടോ? കൈയിട്ട് ബാൻഡേജ് ഇട്ട് ഷോ ഓഫ് കളിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ഞാനുണ്ടാവും. എന്റെ പൊന്നാര തള്ളേ, എനിക്കിട്ട് കേൾക്കുന്ന കേൾക്കണോ? ഞാൻ ഏതെങ്കിലും കോസ്റ്റ്യൂം ഇട്ടാലത്, ഞാൻ ഏതെങ്കിലും പാട്ടിട്ടാലത്, ഞാൻ എന്തെങ്കിലും നടന്നാലത്. പൊന്നാര മക്കളെ, അമ്മായി സമ്മതിക്കണം കേട്ടോ. അമ്മായി എന്റെ മുടി കണ്ടോ? ഇനി തൂണാക്കിയേ. ഞാൻ ഇപ്പം എവിടെ പോയതായിന്ന് വെച്ചാൽ നമ്മുടെ കസവ് കേന്ദ്രത്തിൽ പോയി അടികൂടി റിട്ടേൺ പൈസ വാങ്ങിയിട്ടുണ്ട്. പിന്നെ തലവേദനക്ക് മൈഗ്രൈന് കാണിച്ചു, 2 ഗുളിക കിട്ടി. ഇത് മറ്റേ മുള്ളമ്മന്നിന്റെ മുടി പോലെ ഉണ്ട്. ഞാൻ എന്താ ചെയ്യാന്നറിയോ? എന്നോട് കോണ്ടാക്ട് നമ്പർ ചോദിക്കും, 9207807416. ഇനി അമ്മായി എടുത്ത് മെസ്സേജ് ചെയ്താൽ ഇനി ഓളെ കൂടെ ഒളിച്ചോടിയാൽ ഞാൻ അറിയൂല കേട്ടോ. പിന്നെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ എനിക്ക് ഈ നമ്പർ മലയാളത്തിൽ പറയാൻ അറിയില്ല എന്നുള്ള. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ പപ്പയുടെ നമ്പറും മമ്മയുടെ നമ്പറും ഒഴികെ പുറമെന്ന് ഒരാളുടെ നമ്പർ ഞാൻ പഠിക്കുന്നത്. എനിക്ക് എൻ്റെ സ്വന്തം നമ്പർ തന്നെ ഇവൻ പഠിപ്പിച്ചെടുത്താട്ടോ. ഉമ്മാൻ്റെത് എനിക്ക് പണ്ടത്തെ നമ്പർ അറിയാം, വാപ്പിൻ്റെ ഇപ്പോഴത്തെ നമ്പറും അറിയാം. പക്ഷെ ഞാൻ എവിടെ പോകുമ്പം ഞാൻ ജീവിതത്തിൽ കടപ്പാടുണ്ടെങ്കിൽ ആകെ ഈ കടപ്പടിയും ഉരുപ്പടിയുള്ള ആ ഒരു ഉരുപ്പടിനോട് മാത്രം. മറ്റേ ഇതിൽ പറയും പോലെ കയ്യിലൊരു കുറിപ്പടിയും ആയിട്ടുള്ള ഉരുപ്പടി ഉണ്ടല്ലോ, ഇവനോട് മാത്രമേ ആകെ എനിക്കൊരു കടപ്പാടുള്ളൂ. എവിടെ പോയാലും എനിക്ക് ധൈര്യം എന്താണെന്നറിയോ? അവൻ്റെ നമ്പർ എനിക്കറിയാം എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ധൈര്യം. നിങ്ങൾ കേൾക്കണോ ഗൈസ്? ഞാനിന്ന് ബസ്സിലാണ് പോയത് കോഴിക്കോട്. ഞാൻ പൊതുവേ പറഞ്ഞല്ലോ, ഞാൻ ഇവൻ്റെ കൂടെ ബസ്സിൽ കയറി വെച്ചാൽ ഞാൻ കയറി എവിടെയെങ്കിലും പിടിക്കോളും. ഇവൻ എത്ര ലേറ്റായിട്ട് ഓടുന്ന വണ്ടിയാണെങ്കിലും ഇവൻ അവിടെ നിർത്തിയിടും. ഞാൻ പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഇവൻ വണ്ടി എടുക്കുള്ളൂ. അതേപോലെ ഞാൻ ഇറങ്ങി സേഫായി ഇറങ്ങി എന്ന് കണ്ടാൽ മാത്രമേ ഇവൻ വണ്ടി എടുക്കുള്ളൂ. മറ്റുള്ളവരൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിന്ന് STM ബസ്സിലാണ് പോകുന്നത്. ഇവനപ്പോഴേക്കും വിളിച്ചു പറഞ്ഞ് സീറ്റ് റെഡിയാക്കി കൊടുക്കണം. പക്ഷേ ആ ചേട്ടൻ എന്നെ കണ്ടപ്പോഴേക്കും മറ്റുള്ളവരോട് പറഞ്ഞു അവൾക്ക് കൈ സുഖമില്ലാത്ത, അവൾ ആദ്യം കയറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം കയറി. ഇതൊക്കെ ഇപ്പോഴാണ് ലസിത പറഞ്ഞത് കാര്യമായത്. ബസ് കയറിയിട്ട് പിന്നെ ഇത് എന്ത് സെലിബ്രിറ്റിയാണ് സീറ്റ് തരണം എന്ന് പറഞ്ഞത്. ഇപ്പോഴാ റെഡി ആയത്. അപ്പം STM ബസ്സിലാണ്. അപ്പം അച്ഛൻ എന്നോട് അവരോട് പറഞ്ഞ് കൈ സുഖമില്ലാത്തോളം ആദ്യം കയറട്ടെ. അങ്ങനെ ബസ്സിൽ സീറ്റ് കിട്ടി, പൈസ മേടിച്ചിട്ടില്ല. അങ്ങനത്തെ കേട്ടോ. ഞാൻ കയറുന്നുണ്ട്, കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട്, അവസാനമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഇത്രയും കംഫർട്ടോടുകൂടെ ഞാൻ വണ്ടിമ കയറലില്ല. ഇതുമേലെ ഏണി അങ്ങാൻ വെച്ചിട്ട് കയറണം ഗൈസ്. പോട്ടെ, ബൈ ട്ടോ.